ഹായ്. ജർമ്മനി FST വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ മോട്ടിവേഷൻ ലെറ്റർ എങ്ങനെ തയ്യാറാക്കണം, എന്തൊക്കെയാണ് പുതിയ അപ്ഡേറ്റുകൾ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ജർമ്മൻ കോൺസുലേറ്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പുതിയ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നുള്ളത്. ആദ്യമായി ജർമ്മൻ കോൺസുലേറ്റ് ബാംഗ്ലൂരിൽ നിന്ന് അടിക്കുക, ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അന്നേരം നമ്മൾ ഈ ഒരു ഇന്റർഫേസിലോട്ടായിരിക്കും വരുന്നത്. അതിനുശേഷം ഇതിൽ സർവീസസ് എന്നുള്ള ഒരു പോർഷൻ എടുക്കുക, വിസ സർവീസസ് എടുക്കുക. നാഷണൽ വിസ, നാഷണൽ വിസയിൽ ചെക്ക് ലിസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചെക്ക് ലിസ്റ്റിൽ എംപ്ലോയ്മെന്റ് കാറ്റഗറിയിലാണ് ഈ ഒരു വോളണ്ടറി സർവീസസ് പ്രോഗ്രാം വരുന്നത്. വോളണ്ടറി സർവീസസ് വിസ എന്നുള്ള പോർഷൻ എടുക്കുക. ഈ ഒരു പോർഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്, അതിന്റെ വിസ ഡോക്യുമെന്റേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ആ ഒരു പോർഷനിൽ മോട്ടിവേഷൻ ലെറ്റർ എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോർഷനിൽ വരുന്നുണ്ട്. ലെറ്റർ ഓഫ് മോട്ടിവേഷൻ ഡീറ്റെയിലിംഗ് എക്സ്പെക്ടേഷൻസ്, ജർമ്മൻ ലാംഗ്വേജ് സ്കിൽസ്, ആന്റിസിപ്പേറ്റഡ് കരിയർ ആൻഡ് പേഴ്സണൽ ബെനിഫിറ്റ്സ് ആൻഡ് പ്ലാൻസ് ഫോർ ദ ഫ്യൂച്ചർ. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് വേണം മോട്ടിവേഷൻ ലെറ്റർ ഇനി തയ്യാറാക്കാനായിട്ട്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിസ റിജക്ട് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഏറ്റവും പുതിയ വിസ അപ്ഡേറ്റുകളാണ് ഈ ഒരു ചാനലിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഈ ഒരു വിഷയം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഫോളോ ചെയ്യുക, കൂടെ നിൽക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.